ഹായ് ഫ്രണ്ട്സ്, സുജു ടെക്കിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചെടിച്ചട്ടിയാണ്. നമ്മളൊരു വ്യത്യസ്തമായൊരു ചെടിച്ചട്ടി. അപ്പോൾ എൻ്റെ ചാനലിൽ ഒരു ചെടിച്ചട്ടി നമ്മൾ ഇതിന് മുന്നേ ഉണ്ടാക്കിയിരുന്നു. ആ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ കുറച്ച് വൈറലായി. അപ്പോൾ അത് നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് വ്യൂവേഴ്സ് ഉണ്ടായപ്പോൾ നമ്മൾ വീണ്ടും ഒരു ചെടിച്ചട്ടിയായിട്ട് വന്നിട്ടുള്ളത്. അതും കുറച്ച് നല്ല ഒരു വ്യത്യസ്തമായുള്ള ഒരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം വീഡിയോയ്ക്ക് പോകണമെങ്കിൽ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല വീഡിയോസ് ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചീത്ത വീഡിയോസ് ആണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. മാക്സിമം നിങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ നമുക്കിന്ന് നേരെ വീഡിയോയ്ക്ക് ഇടാം. നമുക്കൊരു ബലൂൺ ഇതാ വീർപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു തുണിയാണ്. അതുപോലെ ഇതിൻ്റെ ഒരു പഴയ ടീഷർട്ട് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്താണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. നല്ല സാധാ സിമെൻറ്റ് കേട്ടോ. അപ്പോൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇതൊന്നൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ചട്ടകം കണ്ടിട്ട് ആരും പേടിക്കണ്ട കേട്ടോ. ഇത് നമ്മളിവിടെ വീടിന് പണി ഉണ്ടായപ്പോൾ ഒരു പഴയ ചട്ടകം ഒരാൾ തന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് പായസം പോലെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഈ രൂപത്തിലാണ് വേണ്ടത്. നമ്മൾ തുണി നന്നായിട്ട് ഇതിൽ മുങ്ങി നല്ല കുട്ടപ്പനാവണം. കുറച്ചും കൂടി വെള്ളം മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. വെള്ളം ഇങ്ങനെ വെള്ള കളർ കണ്ടിട്ട് ആരും എന്താവണ്ട. ഇത് നമ്മൾ പെയിന്റിന്റെ ബ്രഷ് ഉണ്ടായിരുന്നു, പെയിന്റ് അടിച്ചപ്പോൾ അതൊന്നിട്ട് കഴുകിയതാണ്. അപ്പം ഇനി വേറെ എന്തെങ്കിലും ചേർത്തിട്ടുള്ള വെള്ളമാണ് ഒഴിക്കണമെന്ന് ആരും വിചാരിക്കണ്ട. അപ്പോൾ നമ്മൾ സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കേക്കൊക്കെ ഉണ്ടാക്കാനുള്ള പോലെ ഇതിലിപ്പോൾ നമ്മളിങ്ങനത്തെ ഒരു പൈപ്പ് എടുക്കണം കേട്ടോ. പൈപ്പ് എടുത്തിട്ട് നമ്മളിങ്ങനെ കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെക്കണം, മറിഞ്ഞ് കണ്ടിരിക്കാൻ. ഇനി നമുക്ക് ഈ ബലൂണ് ഇതിലിങ്ങനെ വെക്കണം. ഇനി നമ്മൾ തുണി എടുക്കാം. തുണി നന്നായിട്ട് സിമെന്റിൽ മുക്കി സെറ്റാക്കണം. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കാം നമുക്ക്. നനച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതങ്ങനെ നമ്മൾക്ക് സിമെന്റിലൊന്ന് മുക്കിയിട്ട് പിന്നെ ഫുള്ളായിട്ടൊന്ന് നനച്ച് നല്ല കുട്ടപ്പനാക്കി എടുക്കണം. അതാ സിമെന്റിൽ മുക്കിയെടുക്കാം. കളർ അങ്ങോട്ട് മാറ്റിയെടുക്കണം. കൈയൊക്കെ നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. കയ്യിനൊക്കെ നല്ല പണി കിട്ടും. കണ്ടോ, ഈ ടീഷർട്ടാന്ന് കണ്ടാ പറയുന്നില്ല. ഇപ്പോൾ അജ്ജതി കോലായി. അപ്പം ഇനി ഇത് നമ്മൾ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട്
ഈ ബലൂണിൻ്റെ മേലെ വിരിച്ചു കൊടുക്കും. സെൻറ്റർ ഇവിടെ അപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ഇതൊക്കെ നട്ട് കൊടുക്കുക. ഈ സൈഡിലൊക്കെ ലേശം നീളം കൂടുതലാണ്, അപ്പോൾ ഈ സൈഡിലേക്ക് ഒന്ന് ആക്കിയിട്ട് വേണം. ഫ്രണ്ട്സ്, നമ്മൾ കമ്പി കെട്ടിയത് ഫെയിലായി പോയി. അപ്പോൾ നമുക്ക് കയറായിട്ട് കെട്ടാം. കമ്പി അവിടെയും ഇവിടെയും പല ആകൃതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് കയറൊന്ന് സിമെന്റിൽ ഫുള്ളായിട്ട് മുക്കിയിട്ട് ഈ കുട്ടികളുടെ ആരെയും അരഞ്ഞാണം കെട്ടില്ലേ, അതുപോലെ കെട്ടി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വീടിന്റെ വയറിങ്ങിനൊക്കെ എടുത്തിരുന്ന പഴയ പൈപ്പ് ഉണ്ട്, വേസ്റ്റ് പൈപ്പ്. പൈപ്പിന്റെ വേണമെന്നില്ല, വല്ല കൊള്ളി കഷ്ണോ മരക്കമ്പോ എന്തെങ്കിലും കുത്തി വെച്ചാലും മതി. ഇത് അടിഭാഗം കുറച്ചൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്രണ്ട്സ്, കുറച്ച് കയറാണ് നമുക്ക് ആവശ്യമുള്ളത്. കയറ് നമ്മളെ ചൂടിക്കയറ് അങ്ങനെയുള്ള കയർ എന്തെങ്കിലും എടുത്താൽ മതി. ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ഇവിടെ പഴയ കയറ് കിടന്നിരുന്ന എടുത്തതാണ്. അപ്പം ഇനി ഇത് നല്ല സിമെന്റിൽ നല്ല മുക്കിയെടുക്കണം. നല്ല സിമെന്റിൽ ഇതായിക്കോട്ടെ. കുറച്ച് വെള്ളം പോരാ, അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, കയർ ഇതാ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട് സിമെന്റിൽ. ഇനി നമുക്ക് കറക്റ്റ് സെന്റർ ആക്കിയിട്ട് നമുക്കിതിലിങ്ങനെ ചുറ്റി വെക്കണം. ഇതാണ് നമ്മളെ സീറ്റിംഗ്, ഇതിൻ്റെ ഇരിക്കുന്ന ഭാഗം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതൊക്കെ ഒന്ന് ഒപ്പാക്കി കൊടുക്കണം. നമ്മൾ സാധനങ്ങളൊക്കെ കറക്റ്റായി വെച്ച് കൊടുക്കുക.
ഇപ്പോൾ കറക്റ്റ് സെൻറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ കറക്റ്റ് സെൻറ്റർ ആയില്ലെങ്കിൽ ചിലപ്പോൾ മറിഞ്ഞു വിടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എന്താ നമ്മൾ ഈ ബാക്കിയുള്ള സിമെൻ്റൊക്കെ നമ്മൾ ഇതിൽ തേച്ച് പിടിപ്പിക്കണം. ഇത് നമ്മളെ അടിഭാഗമാണ്, നല്ല ലോഡ് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സിമെൻറ്റ് തേച്ച് കൊടുക്കണം. അപ്പം നമുക്ക് 2 ദിവസത്തെ ഒരു ഉണക്കം വേണ്ടി വരും കേട്ടത്, എന്നാലും നമ്മളത് സ്ട്രോങ് ആവുള്ളൂ. തുണി കൊണ്ടൊക്കെ ചെടിച്ചാട്ടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ഇതൊരു വെറൈറ്റി ആട്ടാ, നമ്മളധികം കണ്ടിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മൾ തേച്ച് ഫിനിഷ് ആക്കുക. അതുപോലെ തന്നെ സൈഡിലൊക്കെ നന്നായി സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കണം, നല്ല സ്ട്രോങ് ആയിക്കോട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചെടിച്ചട്ടിയുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 ദിവസത്തെ ഉണക്കം കൂടി ആയി കഴിഞ്ഞാൽ ഒന്ന് നനച്ചു കൊടുക്കും വേണം കേട്ടോ, നല്ല നല്ല സ്ട്രോങ് ആവുള്ളൂ നമ്മൾ ചെടിച്ചട്ടി. അപ്പോൾ ഇതാണ് നമ്മളെ വർക്ക്. അപ്പം ഇനി നമുക്ക് ഉണങ്ങിയിട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചെടിച്ചട്ടി ഇതാ 2 ദിവസത്തെ ഉണക്കം കഴിഞ്ഞിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ബലൂൺ ഇതുവരെയും പൊട്ടിയിട്ടില്ല കേട്ടോ, ബലൂൺ അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ നമുക്കിനി ബലൂണൊന്ന് കുത്തി പൊട്ടിക്കണം. അപ്പോൾ ബലൂണൊന്ന് പൊട്ടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളിനി ബലൂണൊന്ന് ഒരു ഈർക്കിളി വെച്ച് പൊട്ടിക്കണം. സംഭവം നല്ല സ്ട്രോങ് ആയിട്ടാ, 2 ദിവസം നനച്ച് ഉണങ്ങിയപ്പോൾ നല്ല സ്ട്രോങ് ആയി. തുണിയാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഇതാ ബലൂൺ നമ്മളൊന്ന് കുത്തി പൊട്ടിക്കണം. ഇതാ പൊട്ടിച്ച്. അപ്പോൾ ഇനി നമുക്ക് ആ ബലൂണൊന്ന് എടുക്കാം. ബലൂണൊക്കെ അതിൻ്റെ ഉള്ളിൽ ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബലൂണ് പുറത്ത് വന്നാൽ ബലൂണിൻ്റെ രൂപം കണ്ടില്ലേ, അത് ചൊറി പിടിച്ച പോലെയാണ് ബലൂണ്. അപ്പോൾ ബലൂണ് നമ്മൾ കളഞ്ഞ് ഇനി നമുക്കിതിൽ പെയിൻ്റാണ് അടിക്കേണ്ടത്. പെയിൻ്റ് അടിച്ച് നല്ല സുന്ദര കുട്ടപ്പനാക്കണം നമുക്ക്. അപ്പോൾ നമ്മളിനി പെയിൻ്റാണ് അടുത്തടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യക്കടെ ഒരു പ്രൈമറാണ്, നമ്മളെ ചുമരിലടിക്കുന്ന പ്രൈമറാണ്. അപ്പോൾ ഇനി ചുമരിലടിക്കുന്ന പ്രൈമർ നന്നായിട്ട് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്ത് നമ്മൾ ഇനി മിക്സ് ചെയ്ത് നമുക്കിതിൽ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇതിൽ അടിച്ചു കൊടുക്കുകയാണ്. നല്ല വൈറ്റ് പ്രൈമറാണ്. നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാം കേട്ടോ. വൈറ്റ് അടിച്ചിട്ട് നമുക്ക് ഡിസൈൻ അല്ലെങ്കിൽ ചെയ്യാം. ഞാൻ ഒന്നും ചെയ്യണില്ല, ഞാൻ വൈറ്റ് കളർ വെറുതെ അടിച്ചു വിടണുള്ളൂ. അപ്പോൾ നമ്മളെ പ്രൈമർ ഏകദേശം അടിച്ചിട്ടുണ്ട്.
നന്നായിട്ട് അടിക്കണം കേട്ടോ. അതിൻ്റെ വക്കിലും മുക്കിലും മൂലയിലൊക്കെ നല്ലോണം ആവണം. അപ്പോൾ നന്നായി അടിച്ചു വിടുക. പ്രൈമറാകുമ്പോൾ ഒന്നുകൂടി അടിച്ച് നല്ല നല്ല കളറും ഉണ്ടാവും, പിന്നെ അത്ര പെട്ടെന്ന് ചളിയാവില്ല. അപ്പോൾ നമ്മളിതാ ഫുള്ളായിട്ട് പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഷോക്കേസിലൊക്കെ നല്ല ഭംഗിക്കൊക്കെ വെക്കാം കേട്ടോ. എവിടെയെങ്കിലും വീടിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ ചെടികളൊക്കെ വെക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് പെയിൻ്റ് അടി? നമ്മളെ ഫുള്ളായി ഫിനിഷ് ആയിട്ടുണ്ട്. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞ് ഇനി നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല കളർ വരുള്ളൂ. ഈ പ്രൈമർ അടിച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്, നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാലാണ് കളർ വരിക. അപ്പോൾ നല്ല വൈറ്റ് കളറാവും, ഫുള്ള് നല്ല വൃത്തിയുള്ള കളറാവും. അപ്പോൾ അതാ നമ്മൾ ഫുള്ളായിട്ട് പ്രൈമർ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവം? പൊളിയല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചെടിച്ചട്ടി കണ്ടില്ലേ? ചെടിച്ചട്ടിയുടെ വർക്കൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ട സാധനം കണ്ട, നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട്. സംഭവം കണ്ടില്ലേ? അത് സ്ട്രോങ് ആണ് കേട്ടോ. തുണിയൊന്നും അറിയുന്നില്ല. സൗണ്ട് കേട്ടില്ലേ? തുണി കൊണ്ട് ഉണ്ടാക്കിയ സാധനം ഒന്നും പറയില്ല കേട്ടോ. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുണ്ട് സാധനം. ഇനി നമുക്കിതിൽ നല്ല ചെറിയ ചെടിയൊക്കെ വെക്കാം, നല്ല മനോഹരമായുള്ള. പിന്നെ ഈ ഷെൽഫില് അങ്ങനെ വെക്കാം. നമ്മളെ കയറൊക്കെ ചുറ്റിയ കണ്ടില്ലേ? കയറാന്ന് പറയില്ല, അങ്ങനെ സെറ്റ് ആയിരിക്കണം. നമ്മൾ പെയിന്റ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പെയിന്റ് അടിക്കട്ടോ. ഇതിപ്പോ വൈറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചു വിട്ടതാണ്. ഇനി നമുക്കിത് കളറൊക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളറ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊക്കെ നല്ല അടിപൊളി ചെടിച്ചട്ടിയാണ്. നമുക്ക് വലിയ ചിലവൊന്നുമില്ല. പഴയ തുണി ഉണ്ടെങ്കിൽ കുറച്ച് സിമെന്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. അപ്പൊ ഇതിലും കൂടുതൽ നല്ല ഡിസൈൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പൊ നമുക്കെന്നാ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.